ഞാൻ വരുന്നത് പാലക്കാട്ട് നിന്നാണ്. എനിക്ക് അല്പം വ്യത്യസ്തമായ ഒരു അനുഭവമാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഈ പ്രോഗ്രാമിൽ എത്തിപ്പെട്ടത് വളരെ യാദൃച്ഛികമാണ്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യണ്ടേ, ഇതിൻ്റെ പണം അടയ്ക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. ഇതൊന്നും ചെയ്തത് ഞാനല്ല. പിന്നെ വളരെ സ്ട്രഗിളിങ് പീരീഡിൽ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അത് മനസ്സിലാക്കി എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് ഈ പ്രോഗ്രാം ഞാനിവിടെ വരുന്നത് വരെ, ഈ ഹോട്ടലിന് മുന്നിൽ എത്തുന്നവരെ ഞാൻ എന്തിനാണ് വരുന്നത് എനിക്കറിയില്ല. അതാണൊരു പ്രത്യേകത. നിങ്ങൾ നാളെ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ യാദൃശ്ചികമായി ഞാൻ ഇന്ന് ഫ്രീ ആണ്. ഒക്കെ ഞാൻ ഫ്രീ ആണ്. എന്തെങ്കിലും രാവിലെ നിങ്ങൾ ഒരുങ്ങണം, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഒരാളെ കാണണം എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആ വ്യക്തി എന്നെ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ വിളിക്കാറുള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും അത് സൂചിപ്പിക്കാത്തത് കൊണ്ട് എനിക്കത് ഒരു ഐഡിയ കിട്ടിയില്ല. പിന്നെ ഏറെക്കുറെ എറണാകുളം റൂട്ടിലേക്ക് വന്ന് ഈ ഹോട്ടലിനെ കാണിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. മിക്കവാറും ട്രെയിനിങ് അപ്പോഴും ഈ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമാണെന്നോ ഇത് ആരാണ് ട്രെയിൻ ചെയ്യുന്നതെന്നോ എനിക്കറിയില്ലായിരുന്നു. ഏറ്റവും ചുരുക്കി സൂചിപ്പിക്കുകയാണ്, സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ഞാൻ എന്താണോ എനിക്കിപ്പോഴാവശ്യം, എന്താണോ ഞാൻ ആഗ്രഹിച്ചത്, അതിലേക്കാണ് ഇന്നത്തെ ദിവസം എൻ്റെ സുഹൃത്ത് എന്നെ എത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ കൂടെ. അദ്ദേഹമാണ് ഇതിലേക്ക് എന്നെ എത്തിച്ചിട്ടുള്ളത്. ഒരു സഹജീവി സ്നേഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട് നോക്കി പോകാം. എൻ്റെ ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ഇദ്ദേഹം എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ അന്വേഷിക്കുന്ന ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് ഇന്ന് സാംസാർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഒരു പക്ഷേ താങ്കൾ എന്നെ ഡീപ്പായി സഹായിക്കേണ്ടി വരും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഞാൻ ആ കാര്യം ഇദ്ദേഹത്തോട് എനിക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് പ്രൈവറ്റായിട്ട് കാണാനുള്ള അവസരം തരണമെന്ന്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന വ്യക്തികളെന്ന നിലക്ക് സ്വാഭാവികമായും മറികടക്കാവുന്ന പ്രതിസന്ധി തന്നെയാണ്. എങ്കിലും സ്ട്രഗിളിങ് പീരീഡ് എപ്പോഴും ഒരു പ്രയാസമുള്ളതാണല്ലോ. അതുകൊണ്ട് അതിനെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ് ആണ് ഇന്ന് കഴിഞ്ഞത്. തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കും എന്നുകൂടി സൂചിപ്പിക്കണം. നന്ദി.